സൗത്ത് കൊറിയ മേടിക്കാൻ തുടങ്ങി. കാരണം കുറവ് കാശിന് വാക്സിൻ കിട്ടുമല്ലോ, അങ്ങനെ ചെയ്തിട്ടുണ്ട്. മാനദണ്ഡങ്ങളുണ്ടോ? അങ്ങനെയില്ല, ഏത് സാധാരണക്കാർക്കും ചെയ്യാം. ഫർഹാൻ ഇങ്ങനെ ഒരു സിറ്റിസൺ സയന്റിസ്റ്റ് ആണ്. അപ്പോൾ യഥാർത്ഥത്തിൽ പ്രോസസ് ചെയ്യാൻ നമ്മുടെ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ ഒക്കെ ചെയ്യുന്നത് നമ്മുടെ ഫോൺ അല്ലെങ്കിൽ കമ്പ്യൂട്ടറാണ്. അങ്ങനെ ചെയ്തിട്ട് ഒരു വാക്സിൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിന്റെ പേര് സ്കൈകോവിയോൺ വാക്സിൻ എന്നാണ്. വൈറസ് ഉള്ളി കയറിയല്ലേ രോഗം ഉണ്ടാവും. അപ്പൊ നമുക്ക് കയറാണ്ടിരിക്കാനുള്ള മെക്കാനിസം നോക്കിയാൽ മതി. ബൈൻഡിങ് പ്രോട്ടീൻ എന്നാണ് പറയുന്നത്. ആ പ്രോട്ടീനാണ് നമ്മളെ മേത്ത് ഒട്ടിപ്പിടിച്ചിട്ട് ശരീരത്തിൽ കയറുന്നത്. ആ പ്രോട്ടീനെ കുറിച്ച് പഠിച്ചിട്ട് നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം MalluMagellan. നമുക്കറിയാം, കോവിഡ് ബാധിച്ച് ലോകം മുഴുവൻ അടഞ്ഞു കിടന്നപ്പോൾ, നമ്മുടെയൊക്കെ ജീവിതങ്ങൾ ഇങ്ങനെ വഴിമുട്ടിപ്പോയപ്പോൾ നമ്മുടെയൊക്കെ മനസ്സിലുണ്ടായിരുന്ന ഒരേ ഒരു ചിന്തയായിരുന്നു ഈ മഹാമാരിക്കെതിരെ ഒരു വാക്സിൻ കണ്ടുപിടിച്ചെങ്കിലെന്ന്. അതേസമയം നമുക്കൊക്കെ അറിയാമായിരുന്നു, വലിയ സംവിധാനത്തോടു കൂടിയ ലാബ് സൗകര്യങ്ങളും പ്രഗത്ഭരായ ചില ശാസ്ത്രജ്ഞരുടെ സാന്നിധ്യവും കൂടാതെ ഭീമമായ പണച്ചെലവും ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ ഒരു വാക്സിൻ കണ്ടുപിടിക്കാൻ കഴിയൂവെന്ന്. എന്നാൽ അതൊക്കെ പഴങ്കഥയായിരിക്കുന്നു. കാരണം ഇന്ന് ഏത് സാധാരണക്കാരനും കോവിഡ് പോലുള്ള മാരകമായിട്ടുള്ള വൈറസിനെതിരെയുള്ള വാക്സിൻ കണ്ടുപിടിക്കാൻ എളുപ്പമായി കഴിയും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ? നിങ്ങളോ നിങ്ങളുടെ മക്കളോ ലോകമറിയപ്പെടുന്ന ഒരു ശാസ്ത്രജ്ഞനാവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായും സ്കിപ്പ് ചെയ്യാതെ കാണുക. ലോകത്തിന് ഉപകാരപ്രദമായിട്ടുള്ള ഒരു മരുന്ന് കണ്ടുപിടിക്കാനുള്ള താല്പര്യം മാത്രം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇനിയൊരു ലോകപ്രശസ്തനായ ശാസ്ത്രജ്ഞനായി മാറാം. എങ്ങനെയെന്നല്ലേ, അത് വളരെ വ്യക്തമായ രീതിയിൽ തന്നെ നമുക്ക് പറഞ്ഞു തരാൻ പോകുന്നത് തൃശൂർ സ്വദേശിയായ ഫർഹാനാണ്. ഇന്ന് സൗത്ത് കൊറിയ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഉപയോഗിക്കുന്ന കോവിഡ് വാക്സിൻ കണ്ടുപിടിച്ചതിന്റെ പുറകിലുള്ള ഒരു കുഞ്ഞു ശാസ്ത്രജ്ഞനാണ് ഈ ഫർഹാൻ. എന്തായാലും നമുക്ക് നേരെ ആ വീഡിയോയിലേക്ക് പോവാം. എന്തായിരുന്നു ബ്രോ പേര്? ഫർഹാൻ അല്ലേ? ഫർഹാൻ എന്താ ചെയ്യുന്നത്? MSc ഫിസിക്സ് ക്രൈസ്റ്റ് കോളേജിലാണ് പഠിക്കുന്നത്. ആണല്ലേ? ഓക്കെ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫർഹാൻ, നമ്മളിപ്പോൾ കൊറോണ പോലുള്ള മാരകമായിട്ടുള്ള രോഗങ്ങൾക്കെതിരെയുള്ള വാക്സിനൊക്കെ ഇനി സാധാരണക്കാർക്കും കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അത് എങ്ങനെയാണെന്നൊന്ന് വിശദീകരിച്ചു തരുമോ നമുക്ക്? സാധാരണ റിസർച്ചേഴ്സ് ഉപയോഗിക്കുന്ന സൂപ്പർ കമ്പ്യൂട്ടറാണ് ഒരു കാര്യം റിസർച്ച് ചെയ്യാൻ. പക്ഷെ സൂപ്പർ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഭയങ്കര എക്സ്പെൻസീവ് ആണ് റെന്റ് എടുക്കുക എന്ന് പറയുന്നത്. സൂപ്പർ കമ്പ്യൂട്ടറിന് ഒരു സാധാ കമ്പ്യൂട്ടറിനേക്കാളും ഭയങ്കര ഫാസ്റ്റിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പക്ഷെ അതിന് റെന്റ് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. അപ്പോൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇപ്പോഴത്തെ റിസർച്ചേഴ്സ് ഒരു ഐഡിയ ഉണ്ടാക്കിയേക്കാണ്. നമുക്ക് എളുപ്പത്തിൽ റിസർച്ച് ചെയ്യാൻ പറ്റും, സാധാരണക്കാർക്കും റിസർച്ച് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് കമ്പ്യൂട്ടേഴ്സ് ഉണ്ട് നമ്മളെ കയ്യിൽ. ഇപ്പോഴത്തെ കമ്പ്യൂട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര പവർഫുള്ളാണ് പണ്ടത്തെ കമ്പ്യൂട്ടറിനേക്കാളും. സാധാരണ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ കുറേ കമ്പ്യൂട്ടർ ചേർന്ന് കഴിഞ്ഞാൽ സൂപ്പർ കമ്പ്യൂട്ടർ ആക്കാൻ പറ്റും. അപ്പോൾ ചീപ്പ് സൂപ്പർ കമ്പ്യൂട്ടർ ഉണ്ടാക്കാൻ പറ്റും. എക്സ്പെൻസീവായ സൂപ്പർ കമ്പ്യൂട്ടറിന് പകരം കുറേ കമ്പ്യൂട്ടേഴ്സ് ചേർന്ന് ചീപ്പ് സൂപ്പർ കമ്പ്യൂട്ടർ ഉണ്ടാക്കാൻ പറ്റും. അങ്ങനത്തെ ചീപ്പ് സൂപ്പർ കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ട് നമുക്ക് വാക്സിൻ കണ്ടുപിടിക്കാൻ വില കുറവായിരിക്കും. അങ്ങനെ വാക്സിൻ കണ്ടുപിടിച്ച് വില കുറവായിരിക്കും. പക്ഷേ എക്സ്പെൻസീവ് ആയിട്ടുള്ള സൂപ്പർ കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ട് നമ്മൾ ഒരു വാക്സിൻ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ വാക്സിൻ ഭയങ്കര വില ആയിരിക്കും. സാധാരണക്കാർക്ക് ഭയങ്കര വാങ്ങാനൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അപ്പൊ ഈ സൂപ്പർ കമ്പ്യൂട്ടർ യഥാർത്ഥത്തിൽ എങ്ങനെയാണ് നമ്മളൊരു വാക്സിൻ കണ്ടുപിടിക്കുന്നതിൽ അതിന്റെ പങ്ക് എന്താണ് ശരിക്കും? അതിന്റെ പങ്ക് എങ്ങനെ വെച്ചാൽ പ്രോട്ടീൻ ഫോൾഡിംഗ് ആണ് മെയിൻ. പ്രോട്ടീൻ എങ്ങനെ മടങ്ങുന്നു പഠിച്ചു കഴിഞ്ഞാൽ, പ്രോട്ടീന്റെ സ്ട്രക്ചർ മനസ്സിലാക്കി കഴിഞ്ഞാൽ എളുപ്പത്തിൽ നമുക്ക് വാക്സിൻ ഉണ്ടാക്കാൻ പറ്റും. അതിന് പ്രോട്ടീൻ ഫോൾഡിംഗ് പ്രോബ്ലം എന്നാണ് പറയുക. അപ്പോൾ നമ്മളെ ഫോൺ എന്താ ചെയ്യുന്നത് വെച്ചാൽ പ്രോട്ടീൻ അങ്ങനെ ഫോൾഡ് ചെയ്യണമെന്ന് ഡാറ്റ പ്രോസസ്സ് ചെയ്ത് കൊടുക്കണം. അതിനുള്ള സോഫ്റ്റ്വെയർസ് ആണ് റോസറ്റ് അറ്റ് ഹോം, ഫോൾഡിംഗ് അറ്റ് ഹോം. അങ്ങനെ പറഞ്ഞിട്ട് 2 മെയിൻ സോഫ്റ്റ്വെയർ ആണ് ഉള്ളത്. പിന്നെ ഡ്രീം ലാബ് എന്ന് പറഞ്ഞിട്ട് ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്, വോഡഫോൺ ഫൗണ്ടേഷൻ ഇറക്കിയിട്ടുള്ള സോഫ്റ്റ്വെയർ. പിന്നെ റോസറ്റ് അറ്റ് ഹോം യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയ ബെർക്ക്ലി ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഫോൾഡിംഗ് അറ്റ് ഹോം സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറുകൾ, ഇപ്പോൾ സാധാരണ കമ്പ്യൂട്ടറുകൾ കുറേ എണ്ണം ചേർന്നും അതേപോലെ തന്നെ നമ്മുടെ മൊബൈലുകളും ഇപ്പോൾ ഈ ഒരു തരത്തിൽ കുറേ എണ്ണം ചേർന്ന് കഴിഞ്ഞാൽ സൂപ്പർ കമ്പ്യൂട്ടറിന് പകരമായേക്കാം എന്നാണ് പറയുന്നത് അല്ലേ? അപ്പോൾ എന്നിട്ട് ഇപ്പോൾ നമ്മൾ ഈ അപ്പോൾ സാധാരണക്കാർ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഈ പ്രോട്ടീൻ ഫോൾഡിങ്ങിനെ കുറിച്ചിട്ട് നമ്മൾ ബേസിക്കലി നമ്മൾ അറിഞ്ഞിരിക്കണ്ടേ? അപ്പോൾ അതെങ്ങനെ മനസ്സിലാക്കാൻ എന്താ വഴി? അതിന് എളുപ്പ വഴി എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പ്രോട്ടീൻ ഡിസൈൻ എന്ന് പറഞ്ഞിട്ടൊരു യൂട്യൂബ് ചാനൽ ഉണ്ട്. അത് കണ്ടാൽ കുറേയൊക്കെ മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതായത് നമ്മളിപ്പോൾ ഒരു ഓരോ വൈറസുകളും വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവം ഉള്ളതായിരിക്കുമല്ലോ. അപ്പോൾ അതിനെ നമ്മൾ എങ്ങനെയാണ് ഇപ്പോൾ ഈ ഒരു കമ്പ്യൂട്ടർ വഴി നമ്മളത് വാക്സിൻ കണ്ടുപിടിക്കുമ്പോൾ എന്തൊക്കെയാണ് അതിന്റെ ഒരു ഘട്ടങ്ങൾ? യഥാർത്ഥത്തിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താ? ആദ്യം നമ്മ ഓരോ വൈറസിനും പുറത്ത് സ്പൈക്ക് പ്രോട്ടീൻ എന്നാണ് പറയാം. ഇപ്പൊ കൊറോണക്ക് ഒരു സ്പൈക്ക് പ്രോട്ടീൻ ഉണ്ടായിരുന്നു. ആ പ്രോട്ടീനാണ് നമ്മളെ മേത്ത് ഒട്ടിപ്പിടിച്ചിട്ട് ശരീരത്തിൽ കയറുന്നത്. ആ പ്രോട്ടീനെ കുറിച്ച് പഠിച്ചിട്ട് കുറച്ച് പഠിച്ചതിന് അതിനെ എതിരെയുള്ള വാക്സിൻ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ നമുക്ക് അത് തടയാൻ പറ്റും. അതായത് വൈറസ് ഉള്ളി കയറിയല്ലേ രോഗം ഉണ്ടാവണം. അപ്പൊ നമുക്ക് അത് കയറാണ്ടിരിക്കാനുള്ള മെക്കാനിസം നോക്കിയാൽ മതി. ബൈൻഡിങ് പ്രോട്ടീൻ എന്നാണ് പറയാം. നമ്മുടെ ശരീരത്തിലേക്ക് ബൈൻഡ് ചെയ്യണ ഒരു പ്രോട്ടീൻ ഉണ്ട്. മിക്ക വൈറസിനും അത് ഉണ്ട്, പ്രോട്ടീൻ ഉണ്ട്, സ്പൈക്ക് പ്രോട്ടീൻ എന്നാണ് പറയാം.
ഒട്ടിപ്പിടിക്കുന്ന പ്രോട്ടീൻ. ഓ അത് ശരി. അപ്പോൾ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എങ്ങനെ കമ്പ്യൂട്ടറിന്റെ സഹായം എങ്ങനെ വരുന്നതിൽ? അതായത് ഞാൻ പറഞ്ഞല്ലോ, അതായത് പ്രോട്ടീൻ എങ്ങനെ ഫോൾഡ് ചെയ്യണമെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിനെ എതിരെയുള്ള വാക്സിൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അങ്ങനെ വെച്ചിട്ട് നമുക്ക് നമ്മുടെ ശരീരത്തിൽ കയറുന്ന തന്നെ തടയാൻ പറ്റും. ചില ആൾക്കാർ ഉപയോഗിക്കുന്ന സ്പൈക്ക് പ്രോട്ടീൻ മൊത്തം, അപ്പോൾ കൂടുതൽ കമ്പ്യൂട്ടറേഷൻ പവർ ഉപയോഗിക്കേണ്ടി വരും. ചില റിസർച്ചേഴ്സ് സ്പൈക്ക് ഒട്ടിപ്പിടിക്കുന്ന ഭാഗം മാത്രമേ നോക്കുന്നുള്ളൂ. ഒട്ടിപ്പിടിക്കുന്ന പ്രോട്ടീൻ്റെ ഒട്ടിപ്പിടിക്കുന്ന ഒരു ചെറിയ ഭാഗം മാത്രം റിസർച്ചേഴ്സ് നോക്കുന്നുള്ളൂ. അപ്പോൾ കോസ്റ്റ് കുറച്ചും കൂടി കുറക്കാൻ പറ്റും. അങ്ങനെ ചെയ്തിട്ട് ഒരു വാക്സിൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിൻ്റെ പേര് സ്കൈകോവിയോൺ വാക്സിൻ എന്നാണ്. ഇപ്പോ ഫർഹാൻ എങ്ങനെയാണ് ഈ ഒരു രംഗത്തേക്ക് എത്തിയത് ശരിക്കും? ഞാന് നാസയുടെ യൂട്യൂബ് ചാനൽ അങ്ങനത്തെ ഇതൊക്കെ ഫോളോ ചെയ്യുന്ന ആളാണ്. അപ്പൊ അതിൽ കുറെ ഇൻഫർമേഷൻ കിട്ടാറുണ്ട്. അങ്ങനെ ഇതിലേക്ക് വന്നതായിരുന്നു. ഇത് കണ്ടുപിടിച്ചത് ഞാൻ പറഞ്ഞല്ലോ, യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയ ബെർക്ക്ലി എന്ന് പറഞ്ഞ യൂണിവേഴ്സിറ്റിയാണ് ഇത് ഡെവലപ്പ് ചെയ്തത്. ഇപ്പൊ കുറെ പ്രൊജക്റ്റ് ഉണ്ട്. ഇപ്പൊ വാക്സിൻ കണ്ടുപിടിക്കാൻ മാത്രമല്ല, പലതും ക്യാൻസർ ഇല്ലാണ്ടാക്കാനും പല കാര്യങ്ങളും ചെയ്യാനും നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. റോസറ്റ് അറ്റ് ഹോം CPU ഉപയോഗിച്ചാണ് ചെയ്യണത്. ഫോൾഡിങ് അറ്റ് ഹോം GPU ഉപയോഗിച്ചാണ് ചെയ്യണത്. അങ്ങനെ രണ്ട് വ്യത്യസ്ത രീതിയിൽ ചെയ്യുന്നുണ്ട്. ഈ ഫോൾഡിങ് അറ്റ് ഹോം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതും പ്രോട്ടീന് ഫോൾഡ് ചെയ്യുന്ന സാധനം തന്നെയാണ്. പക്ഷെ ഇത് GPU ഉപയോഗിച്ച് പ്രോസസ് ചെയ്യുന്നുള്ളൂ, മറ്റേത് CPU ഉപയോഗിച്ച് പ്രോസസ് ചെയ്യുന്നു. അത്ര ചെറിയ വ്യത്യാസം. നല്ല കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ ആർക്കും ചെയ്യാൻ പറ്റും. പിന്നെ അപ്ലോഡ് ചെയ്യാൻ ഡൗൺലോഡ് ചെയ്യാൻ മാത്രം ഇന്റർനെറ്റ് മതി. പ്രോസസ് ചെയ്യാൻ നമ്മുടെ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ ഒക്കെ ചെയ്യുന്നത് നമ്മുടെ ഫോൺ അല്ലെങ്കിൽ കമ്പ്യൂട്ടറാണ്. അപ്പോൾ ഇങ്ങനെ കുറേ കമ്പ്യൂട്ടർ ചേർന്ന് ചീപ്പ് സൂപ്പർ കമ്പ്യൂട്ടറാണ്. അപ്പം എന്താ സംഭവിക്കുന്നത്, ചീപ്പായിട്ട് നമുക്ക് വാക്സിൻ ഇറക്കാൻ പറ്റും. ചീപ്പായിട്ട് വാക്സിൻ ഇറക്കി അതിനെ കുറേ പേർക്ക് വാങ്ങാനൊക്കെ പറ്റും. ഇത് ചാരിറ്റി മാതിരിയാണ് പറയാം. സയൻസ് ആസ് ചാരിറ്റി എന്ന് പറയും. ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരെ സിറ്റിസൺ സയൻസ് എന്നാണ് പറയാം. സിറ്റിസൺ സയന്റിസ്റ്റ്. അതായത് ഇങ്ങനെ ഡാറ്റ പ്രോസസ് ചെയ്തിട്ട് സഹായിക്കുന്ന ഒരു വൈറസിന്റെ വാക്സിൻ ഡെവലപ്പ് ചെയ്യുന്ന ഒരു റോളിലേക്ക് അതിന്റെ ഒരു പങ്ക് കൊള്ളുന്നതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും സെലക്ട് ചെയ്യപ്പെടാൻ എന്തെങ്കിലും ഒരു മാനദണ്ഡങ്ങളുണ്ടോ? അങ്ങനില്ല, ഏത് സാധാരണക്കാർക്കും ചെയ്യാം. പിന്നെ ചിലതില് 18 വയസ്സ് വേണമെന്നൊക്കെ പറയുന്നവരുണ്ട്. അങ്ങനെ ഉണ്ട്. പിന്നെ അത്ര ഒക്കെ ഉള്ളു. ഏത് സാധാരണക്കാർക്കും നല്ല മൈൻഡുള്ള ആർക്കും വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. വൈറസ് കൊണ്ടുവരുന്ന ഒരു രോഗം പുതുതായിട്ട് ലോകത്തെ ബാധിക്കുകയാണെങ്കിൽ ഇനിയിപ്പോൾ പുതിയതായിട്ട് ഒരാൾക്ക് ഈ ഒരു വൈറസിനെതിരെയുള്ള വാക്സിൻ ഡെവലപ്പ് ചെയ്യുന്നതിന് ഇതിലേക്ക് പങ്കാളിത്തം വേണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ ആള് ചെയ്യേണ്ട സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ്? എങ്ങനെയാണ് അതിലേക്ക് എത്തിച്ചേരാൻ പറ്റുക? ഒന്ന് ഞാൻ പറഞ്ഞ സോഫ്റ്റ്വെയർ സെർച്ച് ചെയ്യുക. റോസറ്റ് അറ്റ് ഹോം ഉണ്ട്, ഫോൾഡിങ് അറ്റ് ഹോം ഉണ്ട്. അത് സെർച്ച് ചെയ്യാം. റോസറ്റ് അറ്റ് ഹോം തന്നെ സെർച്ച് ചെയ്താൽ കിട്ടും. ഓക്കെ. അപ്പോൾ അതിൽ നിന്ന് സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ. എന്നിട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് രജിസ്റ്റർ ചെയ്യണം, അതായത് ഇമെയിൽ വെച്ചിട്ട്. എന്നിട്ട് നമുക്ക് പ്രോജക്റ്റ് ഡൗൺലോഡ് ഉണ്ടാവും. ഡൗൺലോഡ് എടുത്തു കഴിഞ്ഞാൽ ടാസ്ക് വന്നിട്ട് ഡൗൺലോഡ് ആകും. എന്നിട്ട് അത് തന്നെ പ്രോസസ്സ് ചെയ്തു പോകും. നമ്മളെ ഫോൺ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ പ്രോസസ് ചെയ്തു തന്നെ അപ്ലോഡ് ചെയ്യും. ഓർക്കേണ്ട കാര്യം, അപ്ലോഡ് ചെയ്യാൻ ഡൗൺലോഡ് ചെയ്യാൻ മാത്രം ഇന്റർനെറ്റ് മതി. പ്രോസസ് ചെയ്യാൻ ഇന്റർനെറ്റ് വേണ്ട. അപ്പൊ നമുക്ക് ഇന്റർനെറ്റ് ഓഫ് ചെയ്തിടാം പ്രോസസ് ചെയ്യുന്ന ടൈമിൽ. മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ ഒക്കെ അത് ചെയ്തു. അതായത് ഒരു വാക്സിൻ കണ്ടുപിടിക്കുന്നതിന്റെ ഒരു പോർഷനാണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ? ഒരു ഭാഗം അല്ലെ? അങ്ങനെ ഒരുപാട് പേര് ചേർന്നിട്ടാണ് ഈ ഒരു വാക്സിൻ കണ്ടുപിടിക്കുമ്പോൾ മീൻസ് ചെലവ് കുറക്കാനും പറ്റും, അതേപോലെ തന്നെ ഇത് നമ്മുടെ കോൺട്രിബ്യൂഷൻസും ഉണ്ടാവും. അതുപോലെ തന്നെ വളരെ ഈസി ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അല്ലേ? അല്ലെങ്കിൽ കുറഞ്ഞ പേര് ചെയ്യുന്നതിന് പകരം കുറേ പേര് ചേർന്നിട്ട് ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് ഈ വാക്സിൻ ഡെവലപ്പ് ചെയ്ത് എടുക്കാൻ പറ്റും. ഈ കൊറോണ വാക്സിൻ ഒക്കെ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ടാസ്കുകളാണ് കിട്ടിയിരുന്നത്? മെയിനായിട്ട് ഞാൻ പറഞ്ഞില്ലേ, പ്രോട്ടീന്റെ എങ്ങനെയാണ് ഘടന പഠിക്കാൻ വേണ്ടിയിട്ട് സ്പൈക്ക് പ്രോട്ടീന്റെ ഒട്ടിപ്പിടിക്കുന്ന ഭാഗമില്ല, ഒട്ടിപ്പിടിക്കുന്ന ഭാഗത്തിന് കൂടുതൽ പഠിക്കാൻ വേണ്ടിയിട്ട് ആയിരുന്നു മെയിനായിട്ട് എന്റെ കമ്പ്യൂട്ടർ ഉപയോഗിച്ചിരുന്നു. ഫർഹാനെ പോലെ എത്ര സിറ്റിസൺ സയന്റിസ്റ്റുകൾ ഇതിലുണ്ടാവുമെന്ന് നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ അറിയാൻ പറ്റുമോ? ഒരു സൈറ്റിൽ ഉണ്ടായിരിക്കും ഡീറ്റെയിൽസ്. 25,000 മുകളിൽ ആൾക്കാരുണ്ട് ഉണ്ടാവും അല്ലെ? ഓ അത് ശരി. അങ്ങനെ ഇപ്പോ ഈ ഡെവലപ്പ് ചെയ്തു എന്ന് പറയുന്ന ആ ഒരു വാക്സിൻ ഉണ്ടല്ലോ, ഈ വാക്സിൻ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ പ്രാബല്യത്തിൽ ഉള്ളതാണോ? ഇപ്പോഴും ഉണ്ട്. ഇതിപ്പോ സൗത്ത് കൊറിയ ഇത് മേടിക്കാൻ തുടങ്ങി. കാരണം കുറവ് കാശിന് വാക്സിൻ കിട്ടുമല്ലോ, അങ്ങനെ ചെയ്തിട്ടുണ്ട്. അത് ശരി. അപ്പോൾ യഥാർത്ഥത്തിൽ എല്ലാ വാക്സിൻസും ഇങ്ങനെ വില കൂടാൻ കാരണം ഈ സൂപ്പർ കമ്പ്യൂട്ടർ പോലുള്ള കമ്പ്യൂട്ടറുകൾ ഉപയോഗിച്ചിട്ട് ഈ ഡാറ്റ പ്രോസസ്സ് ചെയ്യേണ്ടി വരുന്നത് കൊണ്ടാണോ? മെയിൻ ആയിട്ടുള്ള റീസൺ ഇതാണ്. അത് ശരി. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള തരത്തിൽ സിറ്റിസൺ സയന്റിസ്റ്റുകൾ ഡെവലപ്പ് ചെയ്യുന്ന ഈ ഒരു വാക്സിൻ ആവുമ്പോൾ ഇതിന് വളരെ കുറഞ്ഞ വിലക്ക് നമുക്ക് വില കുറവും ക്വാളിറ്റിയും ക്വാളിറ്റി ഉള്ളതുമായിട്ട് നമുക്ക് ലഭിക്കും അല്ലേ?
അപ്പോൾ ഫർഹാൻ ഇങ്ങനെ ഒരു സിറ്റിസൺ സയന്റിസ്റ്റ് ആണ് അപ്പോൾ യഥാർത്ഥത്തിൽ. അപ്പോൾ ഈ ഒരു തരത്തിൽ ഇനിയുള്ള ഫ്യൂച്ചർ പ്ലാൻസ് എന്തൊക്കെയാണ് ഫർഹാന്റെ? ഫ്യൂച്ചർ പ്ലാൻസ് എന്ന് പറഞ്ഞാൽ വലിയൊരു കമ്പ്യൂട്ടർ വാങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. ആ കമ്പ്യൂട്ടർ വാങ്ങിയിട്ട് കൂടുതൽ പ്രോസസ് ചെയ്യാൻ നോക്കും. ഇത്തരത്തിലുള്ള വാക്സിൻസ് ഒക്കെ കണ്ടുപിടിക്കാനുള്ള കൂടുതൽ പ്രോസസ്സിംഗ് നടത്താനാണ് താല്പര്യപ്പെടുന്നത്. പിന്നെ ഫോൾഡിംഗ് അറ്റ് ഹോമും റോസറ്റ് അറ്റ് ഹോമും ഉപയോഗിക്കും. രണ്ടും നമുക്ക് ഓരോ കമ്പ്യൂട്ടറിൽ തന്നെ റൺ ചെയ്യിക്കാൻ പറ്റും. കാരണം ഒരെണ്ണം CPU ഒരു GPU അല്ലേ വർക്ക് ചെയ്യാൻ. അപ്പൊ നമുക്ക് രണ്ടും ഒറ്റ ടൈമിൽ വർക്ക് ചെയ്യിക്കാം. ഇങ്ങനെ സിറ്റിസൺ സയന്റിസ്റ്റുകൾ കൂടി ഉൾപ്പെട്ടിട്ട് ചെയ്യുമ്പോൾ കുറച്ച് പെട്ടെന്ന് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യമുണ്ടോ? പെട്ടെന്ന് ചെയ്യാൻ പറ്റും. കാരണം കുറെ കമ്പ്യൂട്ടർ ആകുമ്പോൾ ഒരു സൂപ്പർ കമ്പ്യൂട്ടറിന്റെ എഫക്റ്റ് ആണ്. അതിന്റെ ഒപ്പം വില കുറയും. കാരണം നമ്മളെ കമ്പ്യൂട്ടർ അല്ലേ നമ്മൾ ഉപയോഗിക്കുന്നത്. മറ്റേത് റിസർച്ച് ചെയ്യാനൊക്കെ സൂപ്പർ കമ്പ്യൂട്ടർ വാങ്ങുമ്പോൾ റെന്റ് എടുക്കുമ്പോൾ ഭയങ്കര കാശ്. എത്രത്തോളം കാശ് റിസർച്ചിന് ചെലവുണ്ട് അത്രയും കാശ് വാക്സിനും വരും. അതാണ് മെയിൻ ആയിട്ടുള്ള റീസൺ വാക്സിനും ഇതിനൊക്കെ വില കൂടാൻ കാരണം. ഓ, അത് ശരി. അപ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇത്തരത്തിൽ സിറ്റിസൺ സയന്റിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഫർഹാനെ പോലുള്ള മിടുക്കന്മാരായിട്ടുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും റെമ്യൂണറേഷൻ പോലെ അവർ തരുന്നുണ്ടോ? പ്രൊഫഷൻ എന്നുള്ള തരത്തിൽ കൂടുതൽ ഒരു സയന്റിസ്റ്റായി തന്നെ നിലനിൽക്കാനുള്ള ഒരു സാധ്യതകൾ ഉണ്ടോ ഇതിൽ? സാധ്യത എന്ന് പറഞ്ഞാൽ ചിലവർ കോയിൻസ് ഇറക്കുന്നുണ്ട്. QR കോയിൻസ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട്. അതെന്ന് വെച്ചാൽ കാശ് കിട്ടുന്ന രീതിയിൽ. പക്ഷെ അത് ബിറ്റ് കോയിനാണ്, ക്രിപ്റ്റോ കറൻസി കാരണം സാധ്യത ഭാവിയിൽ ഉണ്ടായിരിക്കും. പക്ഷെ ഇപ്പോൾ ചാരിറ്റി ആയിട്ടാണ് മെയിൻ ആയിട്ട് നോക്കണത്. QR കോയിനൊക്കെ ഭാവിയിൽ വലുതായി കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇത് പ്രൊഫഷൻ ആവുക. അപ്പോൾ ഫർഹാൻ, നമുക്കിനിയിപ്പോൾ പുതിയതായിട്ട് ഇതുപോലെ സിറ്റിസൺ സയന്റിസ്റ്റ് ആവാൻ താല്പര്യമുള്ള ആൾക്കാരൊക്കെ മുന്നോട്ട് വരികയാണെങ്കിൽ നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് അതിന്റെ ഒരു ലിങ്ക് നമുക്ക് കൊടുക്കാം അല്ലേ? ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതായത് ഈ പറഞ്ഞിട്ടുള്ള സോഫ്റ്റ്വെയറുകളൊക്കെ അവർക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയുള്ള ലിങ്ക് നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അല്ലേ? അപ്പോൾ അങ്ങനെ മറ്റുള്ളവർക്കും കൂടെ നേരിട്ട് ഈ ഒരു സംഭവത്തിലേക്ക് വരാവുന്നതാണ് അങ്ങനെ അല്ലേ? എന്തായാലും നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. താങ്ക് യു സോ മച്ച്.